ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പരുന്തൻപാറയ്ക്ക് അടുത്തായാണ്. ഇവിടെ ധാരാളമായി തേയില കൃഷി ചെയ്തു വരുന്നു. ഇതിന് ചുറ്റുമായി താമസിക്കുന്ന ആൾക്കാർ ധാരാളം കന്നുകാലികളെ വളർത്തുന്നവരാണ്. അങ്ങനെ ഞങ്ങൾ പരുന്തൻപാറയിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ എല്ലാവരും തന്നെ പരുന്തൻപാറയുടെ ഭംഗി ആസ്വദിക്കുകയാണ്. ഇവിടെ നമുക്ക് കൂടുതലായി കാണാൻ കഴിഞ്ഞത് മൊട്ടക്കുന്നുകളാണ്. വൃക്ഷങ്ങളും ചെടികളും വളരെ കുറവാണിവിടെ. ഈ കാണുന്ന ഷെഡുകളെല്ലാം കച്ചവട സ്ഥാപനങ്ങളാണ്. അതിന് സൈഡിലായി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇതിന് താഴെയായി കാണുന്നത് അഗാധമായ കൊക്കയാണ്. ഞങ്ങൾ എത്തിച്ചേർന്നത് ഏകദേശം വൈകുന്നേരമായ സമയത്താണ്. ഈ കുന്നിന് മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. ഇവിടെ കുതിര സഫാരിയുമുണ്ട്. കരുത്തരായ 2 ആൺകുതിരകളെയാണ് സഫാരിക്കായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ സഞ്ചാരികളുടെ ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. കുതിരകൾക്ക് ആഹാരം കൊടുക്കുന്നതിനായി മാറ്റി നിർത്തിയിരിക്കുകയാണ്. പരുന്തൻപാറയിൽ നിന്നും താഴ്ചയിലേക്കുള്ള വളരെ മനോഹരമായ ദൃശ്യമാണിത്. ഇവിടെ ചുറ്റുവേലി നിർമ്മിച്ചിട്ടുണ്ട്. ഇത് അവിടെ കണ്ട ചെറിയൊരു ഷോപ്പാണ്. അനിയനും അളിയനും എന്തെങ്കിലും വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ദൂരെയായി തന്നെ കുറേ കന്നുകാലികൾ മേയുന്നതായി കാണാം. ഞാൻ നിന്ന സ്ഥലത്തു നിന്നും ദൂരെയായി വാഹനങ്ങൾ വരുന്നതും പോകുന്നതും എനിക്ക് കാണാം. സമയം ഏകദേശം 6 മണിയായെങ്കിലും നല്ല വെളിച്ചം അനുഭവപ്പെടുന്നുണ്ട്. ചൂട് വളരെ കുറവാണ്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഇൻ്റർലോക്ക് പാകിയ നടപ്പാതയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം ഞങ്ങൾ നടന്നു. കുറേ സമയം ഞങ്ങൾ അവിടെ ചുറ്റിക്കറങ്ങി കണ്ടു. അതിനുശേഷം തിരികെ വീട്ടിലേക്ക് തിരിച്ചു. എല്ലാവർക്കും വിശപ്പ് അനുഭവപ്പെട്ടപ്പോൾ തിരികെ വരുന്ന വഴിയിൽ കണ്ട ഹോട്ടലിൽ കയറി ഒരു ഫുൾ കുഴിമന്തി വാങ്ങി കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഗുഡ് ബൈ.